ഹലോ ഫ്രണ്ട്സ്, പത്തനംതിട്ടയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജാനകി ദേവയാനിയോട് പറയാണ്, എല്ലാ വീട്ടിലും മക്കൾക്ക് കൂടുതൽ ഇഷ്ടം അമ്മയോടാണ്, പക്ഷേ ഇവിടെ മാത്രം അങ്ങനെയല്ല. എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൻ്റെ വലിയമ്മയാണ്. എന്നിട്ട് പോലും അവനവന് പറഞ്ഞ് തിരുത്താനായിട്ട് ഏട്ടത്തി തയ്യാറാകുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദേവയാനി തിരിച്ചിങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ ഏത് രീതിയിലാണ് അവനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഉപദേശിക്കേണ്ടത്? ക്രിമിനലുകളായ അനാമികയും അതുപോലെ തന്നെ അനാമികയുടെ വീട്ടുകാരും നല്ലവരായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അനിയെ. പക്ഷേ ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല. അവൾ അവൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ട ഒരു പെൺകുട്ടിയൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം ജലജ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഏട്ടത്തിയുടെ മരുമകളാണ് എന്ന്. അന്നേരം അവൾ എന്ത് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത ആ രീതിയിൽ ഇങ്ങനെ സംസാരിക്കരുത് എന്നിങ്ങനെ പറയുമ്പോഴേക്ക് ജാനകി പറയുവാണ്, എൻ്റെ മരുമകൾ ഇങ്ങോട്ട് വന്ന അന്ന് തൊട്ട് നയനെ തുടങ്ങിയതാണ് അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം. അവസാനം അതങ്ങ് വിജയിച്ചു. അതാണ് സംഭവിച്ചതെന്ന് ഇങ്ങനെ പറയും. അന്നേരം ദേവേനി പറയും, ഒരിക്കലും അങ്ങനെയല്ല. അവളുടെ സ്വഭാവം എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാകാത്തത്. ജാനകി, നീ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇതിവരെ ഇങ്ങനെയൊക്കെ പറയും, ലാസ്റ്റ് ആ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ അതിന് താല്പര്യമില്ല എന്ന് നയന പറയും. പക്ഷേ അവളുടെ മനസ്സിൽ അവൾ അനിയത്തി ഇങ്ങനെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്ക് ജാനകി പറയുന്നുണ്ട്, അങ്ങനെ സംഭവിച്ചാൽ എന്താണ് നടക്കുന്നത് എന്ന് ഞാൻ എൻ്റെ മകനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും. ഞാൻ എൻ്റെ ജീവൻ പോലും വേണ്ടെന്ന് വെക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. നേരെ ദേവേനി പറയുന്നുണ്ട്, ഒരു കണക്കിന് ഞാനും ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ്. നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നയനയുടെ വീട്ടുകാർക്കും അത് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് വേണ്ടാന്ന് വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവേനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്ക് ഇങ്ങനെ ജാനകി ഇങ്ങനെ, ഓ ഏട്ടത്തിയുടെ സ്വഭാവം ഇത് തന്നെയാണല്ലേ, മനസ്സിലിരിപ്പ് ഇതൊക്കെ തന്നെയാണല്ലേ, ഏതായാലും അത് നടക്കത്തില്ല എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ വേണോ അതോ അവളാണോ അവിടെ വേണ്ടത് എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ആദർശം നയനയും കൂടി ഇങ്ങനെ വരുവാണ് കേട്ടോ. അന്നേരം എവിടെ പോകും മക്കളെ എന്നിങ്ങനെ ചോദിക്കുവാണ് ദേവയാനി. അന്നേരം അമ്മ ഞങ്ങളിന്ന് പുറത്ത് പോയിട്ട് വരാമെന്നിങ്ങനെ പറയുന്നു. അന്നേരം ചലച്ച, ഓ എപ്പോഴും കറക്കമാണല്ലോ, എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്യാബിനിലിരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അതിനുശേഷം പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങും. അതിലെന്താ പ്രശ്നമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്ക് ദേവേന പറയുന്നുണ്ട്, നിങ്ങൾ പോയിക്കോ, അവൾ അങ്ങനെ പലതും പറയും, അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, നിൻ്റെ അനിയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നിനക്ക് അവനെ ഒന്ന് ഉപദേശിക്കാൻ മേലായിരുന്നോ? അവൻ തന്നാവെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല ഇപ്പം എന്നൊക്കെ ഇങ്ങനെ ജാനകി ഇങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് കാണിക്കാനാണ്? ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവനൊരു ഒരു മനസ്സമാധാനം കൊടുക്കത്തില്ലല്ലോ. ആ അനാമികയുടെ പേര് പറഞ്ഞ് അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരാത്തത്. പഴയ ഇളമ ആവുകയാണെങ്കിൽ അവൻ ഈ വീടിനകത്ത് കാണും, ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോകുമ്പോഴേക്ക് ദേവേനി പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്ന് പറയുക. നേരത്തേക്ക് ജാനകി പറയുന്നുണ്ട്, അല്ലെങ്കിൽ മോനെ സപ്പോർട്ട് ചെയ്യാനല്ലേ ഏട്ടത്തിക്ക് അറിയത്തുള്ളൂ. ഏതായാലും ഞാനൊരു കാര്യം തുറന്നങ്ങ് പറഞ്ഞേക്കാം, അനി ഇപ്പോൾ കാണിക്കുന്ന ഈ കാര്യങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ എന്നോടുള്ള പ്രതിഷേധം കൊണ്ടാണ്. ഞാൻ ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സം കൊണ്ട് മാറ്റി അവൻ്റെ ആഗ്രഹത്തിനൊത്ത് നിൽക്കുമെന്ന് അവൻ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഞാനത് നടത്താനായിട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ നടക്കണമെങ്കിൽ ഞാൻ മരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇതിനൊക്കെ ഇങ്ങനെ ആകെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ബാക്കി പോകുന്ന അനിയെ കാണിക്കുന്നുണ്ട്. അനിയാണെങ്കിൽ ഇങ്ങനെ CA അടിച്ചതും അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ട് സങ്കടമാണല്ലോ. കനകയും ഗോവിന്ദനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതെല്ലാം ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ പോകുന്നു. ആകെ വിഷമിച്ച് ഇങ്ങനെ ബൈക്ക് പോവുകയാണ്. അതുപോലെ കനകയും ഗോവിന്ദനെയും കാണിക്കുന്നുണ്ട്. അവരിങ്ങനെ വൈകിട്ട് കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. പാലൊക്കെ ഇങ്ങനെ കുടിച്ച് കിടക്കാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. ആ സമയത്താണ് നന്ദു പുറത്തേക്ക് പോകുന്നത് കാണിക്കുന്നത്. അന്നേരം ഈ സമയത്താണ് എവിടെ പോകുമെന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇപ്പോഴാണോ ഈ സമയത്താണ് പോകുന്നതെന്ന് ചോദിക്കും. നേരത്തെയും പറയും, SIമാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ലല്ലോ അമ്മേ, പോയിട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞാൽ നന്ദു അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ. അന്നേരം കനക പറയുന്നുണ്ട്, ആ പോക്കത്ര ശരിയല്ലല്ലോ ഗോവിന്ദേട്ടാ, അവൾ ഇനി അനിയെ കാണാനായിട്ടാണ് പോകുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും എനിക്കും അങ്ങനെ തന്നെ തോന്നി എന്നിങ്ങനെ ഗോവിന്ദനും പറയും കേട്ടോ. അന്നേരം കനക പറയാണ്, ഏതായാലും നയനമോളെ നവ്യമോളെ ഇങ്ങോട്ട് വിളിപ്പിക്കണം, എന്നിട്ട് എങ്ങനെയെങ്കിലും CA ആയിട്ടുള്ള വിവാഹത്തിന് ഇവളെ കൂടെ സമ്മതിപ്പിക്കണം, അതങ്ങനെ നീണ്ടുപോയാൽ ശരിയാകില്ല എന്നൊക്കെ ഇങ്ങനെ കനകയും ഗോവിന്ദനും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അവിടുന്ന് പോരുന്ന നന്ദു പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അന്നേരത്തേക്ക് രാകേഷ് വിഘ്നേഷ് അവരെങ്ങനെ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് അവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എവിടെയെങ്കിലും അനിയെ കണ്ടോ എന്ന്. അന്നേരം അവർ പറയും, അവൻ പോകാറുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ തപ്പി നോക്കി, എന്നിട്ട് അവനെ കണ്ടില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അവൻ്റെ സംസാരം ശരിയല്ല എന്ന് അറിഞ്ഞപ്പോഴേ നിങ്ങൾ അവനെ പറഞ്ഞിവിടെ നിർത്തണമായിരുന്നു, എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സർവീസിൽ നിന്ന് വിളിച്ച് ചോദിക്കുമ്പോഴേക്കും അവർക്കും ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാണ് ഇങ്ങനെ പറയുന്നത്.
നോക്കട്ടെ മാഡം, കിട്ടുവാണെങ്കിൽ വിളിക്കുക എന്നിങ്ങനെ പറയുന്നു. അവരിങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും ആകെ ടെൻഷനിലാണ് കേട്ടോ നന്ദു. ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ നേരത്തേക്ക് അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, നിന്നെ പെണ്ണാലോചിച്ച് വന്ന CA അത്ര വെടുപ്പൊന്നുമല്ല, ഒരു ബോറിനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ആ കാര്യം നിനക്ക് നിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ എന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, 1000 പ്രാവശ്യം പറഞ്ഞതാണ്, ഇനി അതിൻ്റെ പേര് വഴക്കുണ്ടാകാനായിട്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇപ്പോൾ ഏതായാലും അതല്ലല്ലോ നമുക്ക് മുഖ്യം, അനിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. ഈ സമയം നന്ദു ആണെങ്കിൽ റെയിൽവേ ട്രാക്കിലൂടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, ആകെ വിഷമിച്ച് ഇങ്ങനെ നടക്കും. അതുപോലെ ആദർശ് നയനെ ഇങ്ങനെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. അവരിങ്ങനെ ഇടയ്ക്ക് വണ്ടി നിർത്തി അടുത്തുള്ള കടകളിലൊക്കെ ഇങ്ങനെ അനിയുടെ ഫോട്ടോ കാണിച്ചിട്ട്, കണ്ടിട്ടുണ്ടോ ഈ വഴി അങ്ങനെ വന്നു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടോ എന്നിങ്ങനെ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവരാരും കണ്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നേരെ വണ്ടി വന്നിരിക്കുന്നു. എന്നിട്ട് ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുവാണ്, അവനെ കൈ കിട്ടിയുണ്ടെങ്കിൽ ഒരെണ്ണം ഞാൻ പൊട്ടിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നേരെ നയന പറയുന്നുണ്ട്, ഒരാൾ അടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അനി ഇപ്പോൾ ഇറങ്ങി ഇങ്ങനെ പോയിരിക്കുന്നത്, ഇനിയും തല്ലാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഞാൻ എന്തായി പറയുന്നതെന്ന് എനിക്ക് സ്ഥലകാല ബോധം പോലും ഇല്ല, അത്രയ്ക്ക് ടെൻഷനാണ് എനിക്ക്. കുറേ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അത് അനുഭവിക്കാനുള്ള അവനോട് വീടിൻ്റെ അകത്ത് വേണ്ട എന്നിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവനെ ഞാൻ ഒരുപാട് ഉപദേശിച്ചു, എന്നിട്ടും അവൻ്റെ തലയിൽ കയറുന്നില്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇതിനു മുമ്പ് അങ്ങനെ വിഷമിച്ച് പോയത് അമ്പലത്തിൻ്റെ മുറ്റത്ത് ഇരിക്കാൻ വേണ്ടിയായിരുന്നു, നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയും, 1-2 സ്ഥലത്തൂടെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ആ സമയം ജാനകി ഇങ്ങനെ അനാമിക ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അനിയെ ഇങ്ങനെ കാണാത്ത കാര്യമൊക്കെ ഇങ്ങനെ പറയും. അന്നേരം അനാമിക അത് വീടുവിനോട് ഇങ്ങനെ വന്നിട്ട് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴും അങ്ങോട്ട് ചെല്ലണം എന്ന് തന്നെയാണ് അനിയുടെ അമ്മ പറയുന്നത് എന്ന് പറയുമ്പോഴേക്ക് വേണു പറയുന്നുണ്ട്, ഇനി മോൾ അങ്ങനെ അങ്ങോട്ട് ചെല്ലണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം, അതുപോലെ സഹകരിക്കുകയാണെങ്കിൽ മാത്രം നീ ഇനി അങ്ങോട്ടേക്ക് പോയാൽ മതി, അതല്ല ഡിവോഴ്സാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിൽ കണ്ടതുപോലെ തന്നെ ഒരു കോമ്പൻസേഷനായിട്ട് അവർ തരട്ടെ കുറച്ച് തുക, അല്ലാതെ അവരെ ഇങ്ങനെ വെറുതെ വിടരുത്. ശരിക്കും അനന്തപുരിയിലുള്ളവരെ നമ്മൾ വട്ടം കറക്കണം, സമാധാനം കൊടുക്കരുത്, അങ്ങനെയെങ്കിലും നമുക്ക് പൈസ തരുവാണെങ്കിൽ അവർ തരട്ടെ എന്നൊക്കെ ഇങ്ങനെ വേണു ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നേരെ രേവതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അനി എങ്ങോട്ടാണ് പോയത് പോലും ഇനി വല്ലയിടത്തും പോയി ആത്മഹത്യ ചെയ്യുമെന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, തൂങ്ങി ചത്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയും. നേരെ വേണു ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ ചാകുവാണെങ്കിൽ എളുപ്പമാണ്, നിനക്കിപ്പോഴും അവൻ്റെ ഭാര്യ എന്നൊരു സ്ഥാനമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിയുടെ അടുത്ത് പോയി നീ ഇങ്ങനെ വാവിട്ട് അങ്ങ് കരഞ്ഞേക്കണം, അതും മീഡിയയിൽ വരും, അപ്പോൾ നമുക്കൊരു ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും ആ വീട്ടിൽ നിന്ന് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും മാക്സിമം പണം അടിച്ചു മാറ്റാനുള്ള ചർച്ചകൾ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് നന്ദു ഇങ്ങനെ ടെൻഷൻ കാരണം അനി ഇങ്ങനെ വലിയൊരു പാലത്തിൻ്റെ മണ്ടയിൽ ഇങ്ങനെ താഴേക്ക് എടുത്ത് ആടുന്നത് പോലത്തെ ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. വണ്ടി ഓടിച്ചുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അന്നേരം പെട്ടെന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് വണ്ടിയിൽ പോയി ഇങ്ങനെ തട്ടാനായിട്ട് തുടങ്ങും. അന്നേരം എതിരെ വരുന്ന ആളെ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പെൺകുട്ടിയാണ് എന്ന് കരുതിയിട്ട് വീണിട്ടുണ്ടെങ്കിൽ ദേഹത്ത് മുറിവുകൾ ഉണ്ടാകും, അതുകൊണ്ട് സൂക്ഷിച്ച് ഓടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ആകെ ടെൻഷനിലാണ് നന്ദു, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിന്നീട് ആദർശിനെയും നയനെയാണ് കേട്ടോ കാണിക്കുന്നത്. അവരിനി അന്നിരുന്ന അമ്പലത്തിലൊക്കെ പോയി ഇങ്ങനെ നോക്കുന്നുണ്ട്, അവിടെ എങ്ങാനും കാണുന്നുണ്ടോ എന്ന് ഓർത്ത്. എന്നിട്ട് പ്രാർത്ഥിച്ച് അവരുടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നു, അവിടെയും കാണുന്നില്ല. ഈ സമയം അനി ഇങ്ങനെ റെയിൽവേ ട്രാക്കിലാണ് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അനി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴേക്കും ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരുന്നത് കാണിക്കുന്നുണ്ട്. അനി കരഞ്ഞുകൊണ്ട് അതിൻ്റെ നേരെ തന്നെ ഇങ്ങനെ നടക്കുന്നു. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അനി ഇനി അതിൻ്റെ കീഴെങ്ങാനും കയറി മരിച്ചു പോവോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. ഈ ചാനൽ ഇഷ്ടപ്പെടാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.